ഇങ്ങ് എത്താറായി. ഓണം ഓഫറുകളുമായി മാർക്കറ്റും ചൂട് പിടിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് പല മലയാളികളും വീട്ടിലേക്ക് ആവശ്യമായ പല ഗൃഹോപകരണങ്ങളും വാങ്ങാറുണ്ട്. ആ കൂട്ടത്തിൽ അല്പം ഡിമാൻഡുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണം കൂടിയുണ്ട്. ഇതാണ് എയർ ഫ്രയർ. വെളിച്ചെണ്ണയ്ക്ക് റെക്കോർഡ് വിലയുള്ള ഈ സമയത്ത് അധികം എണ്ണ ഉപയോഗിക്കാതെ, ഇനിയിപ്പോൾ എണ്ണ ഇല്ലെങ്കിലും പ്രശ്നമില്ല, എയർ ഫ്രയറിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. മൈക്രോവനെ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എയർ ഫ്രയർ. അതിലിപ്പോൾ 2 മോഡൽസാണ് വരുന്നത്. ഡിജിറ്റലാണ്, ഒന്ന് മാനുവലാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗ്രില്ലിങ് വരുന്നുണ്ട്, ബേക്കിംഗ് വരുന്നുണ്ട്, അതേപോലെ പിസ്സ, അങ്ങനത്തെ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന നൂഡിൽസ് വരെ നമുക്ക് ഇതിനകത്ത് തയ്യാറാക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഇത് ഹോട്ടലിലൊക്കെ നമ്മൾ പോയിട്ട് ഷവായും കാര്യങ്ങളൊക്കെ വാങ്ങും. അത് നമുക്ക് ഇതിനകത്ത് തന്നെ മറ്റേ ഓയിൽ ഇല്ലാതെ തന്നെ തയ്യാറാക്കിയിട്ട് ഒരു ഹെൽത്തി ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. എയർ ഫ്രയർ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കേട്ടത്. ഇനി എങ്ങനെയാണ് എയർ ഫ്രയറിൻ്റെ അകത്ത് ആഹാരം പാകം ചെയ്യുന്നതെന്ന് കൂടെ നോക്കണം. അതിൽ പാകം ചെയ്ത ആഹാരം എങ്ങനെ ഇരിക്കുന്നു കൂടെ കാണണ്ടേ? ഹലോ ചേച്ചി. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫ്രയർ. സാധാരണ എന്തൊക്കെയാ ഇതിൽ കുക്ക് ചെയ്യുന്നത്? ഞാൻ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ മോന് ബർഗറിന് വെജിറ്റബിൾ പാർട്ടീസ്, ചീസ് ബോള്, അങ്ങനെയുള്ളതൊക്കെ. ഓവനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ടൈമർ ഇട്ടാൽ മതി. പിന്നെ ഇടയ്ക്ക് കുറച്ചൊരു വേവുള്ള ഐറ്റം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇപ്പോൾ ഒരു 8 മിനിറ്റ് വെക്കുകയാണെങ്കിൽ 4 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കണം. ശൈനേച്ചി, ഇപ്പൊ നമുക്ക് എന്താ ഇതിൽ ഉണ്ടാക്കി തരാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കി തരാം? ഇപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് ഫ്രഞ്ച് ഫ്രൈസിന്റെ ഉണ്ട്, അത് ഞാൻ ഉണ്ടാക്കി തരാം. ഇത് 2 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. എന്നതിന് ശേഷം ആണ് വെക്കുക. 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. 4 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് അതിനെ ഇളക്കി കൊടുക്കും. അതന്നെ കുളിക്കാൻ മതി. എന്നിട്ട് വീണ്ടും വെച്ചാൽ കറക്റ്റ് ആയിക്കോളും. ആകെ 8 മിനിറ്റ് മതി. എണ്ണ ഉപയോഗിക്കാതെ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെ, അത് ഭയങ്കര ഇതാ. ഇപ്പൊ അടുത്ത ദിവസം മോൻ പറഞ്ഞു പനീർ മഞ്ചൂരിയൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എന്നോട്. സാധാരണ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ കോരി എടുത്തിട്ട് പിന്നെ മസാലയൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ പനീർ വെച്ചപ്പോൾ വെളിച്ചെണ്ണേക്കാൾ നല്ല ക്രഞ്ചി ആയിട്ട് വന്ന്. ഹെൽത്തിനും നല്ലതാണ് ഓയിൽ ഇല്ല. അതെ, നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാവും. എണ്ണ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അല്ല അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് എടുത്തു നോക്കാം. ഇതിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. ഉണ്ടാവും, പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. ശരിക്കും ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നേരെ 8 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇല്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന എണ്ണ പലഹാരങ്ങളൊക്കെ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഉപകരണത്തിന്റെ ഹൈലൈറ്റ്. ജോം ടി കെക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.